ഗോവയില് കുലദേവതകളെയും അവിടെ ഭൂമിദാനം തന്നത് പരശുരാമൻ. കേരളം ഉണ്ടാക്കിയതാരാണ്? പരശുരാമനാണ്. പിന്നെയും ഞങ്ങൾ വന്ന് പരശുരാമ ക്ഷേത്രത്തിലാണ്. അതിനു മുമ്പ് ഇപ്പൊ ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോഷി എന്ന് കേൾക്കാം. ജോഷി എന്ന് പറഞ്ഞാൽ ഏത് സമുദായമായിട്ട് വിചാരിക്കും? ജോഷി ക്രിസ്ത്യൻ പേരാണല്ലേ. പക്ഷേ അവരത് എഴുത്തുള്ളി വെജിറ്റേറിയൻ അല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉള്ളി ഉപയോഗിക്കുകയല്ല. ഇപ്പൊ ഞാൻ ഉള്ളി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഉപയോഗിക്കാൻ. കാര്യം ഞങ്ങളുടെ ചടങ്ങുകൾക്കൊന്നും ഉള്ളി, സവാള, മസാലയൊന്നും എടുക്കുകയല്ല. അങ്ങനെയുണ്ട്. അതുപോലെ ഞങ്ങളുടെ അമ്പലങ്ങളെല്ലാം മഹാക്ഷേത്രങ്ങളാണ്. പക്ഷേ ഈ കൈവല്യ മഠത്തിനെ ഈ പോർച്ചുഗീസുകാർ പൊട്ടിച്ചു. അവർക്കും അവിടെ വിട്ട് ഓടേണ്ടി വന്നു. ഈ ഗോവയിൽ ഈ മഡ്ഗാവ്, പനാജി എന്നുള്ളിടത്ത് ഉള്ള കുലദേവതകളെ ഇപ്പോൾ ഞാനിപ്പോൾ വത്സഗോത്രമാണ്. വത്സഗോത്രം പയ്യാണ്. ഈ വത്സഗോത്രത്തിൽ കമ്മത്ത് കാണാം, ഭട്ട് കാണാം, അങ്ങനെ ആ ഗോത്ര സമ്പ്രദായമുണ്ട്. അപ്പം ഞങ്ങൾ ഈ വത്സഗോത്രമാണെങ്കിൽ, വത്സഗോത്രം പയ്യാണ് ഞാനെങ്കിൽ വത്സഗോത്രം പയ്യിലെ പെൺകുട്ടികളുമായിട്ട് ഇപ്പം എൻ്റെ മോന് പ്രപ്പോസൽ നോക്കുമ്പോൾ വത്സഗോത്രം പയ്യിലെ പ്രപ്പോസൽ ഞങ്ങൾ എടുക്കില്ല. കാര്യം ഒരേ ഗോത്രമായതുകൊണ്ട് നമ്മൾ എടുക്കില്ല. വത്സഗോത്രം ഷേണായി ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മത്തായിരിക്കാം, അതൊക്കെ എടുക്കാം. കാര്യം പയ്യൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ജനറേഷനിൽ ബ്ലഡ് റിലേഷൻ കാണുന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്ലഡ് റിലേഷൻ തമ്മിൽ വിവാഹം കഴിച്ചവർക്ക് ജനറ്റിക് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. പക്ഷേ കുറേ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആൾക്കാർ ഇത് അന്നത്തെ പൂർവികർ കണ്ടുപിടിച്ചിരുന്നു, ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരുന്നു. മാധവ പരമ്പരയിലെ കുംഭകോണ മഠാധിപതി, മാധവ പരമ്പരയിൽ പല ഇതുണ്ട്, അഷ്ടമഠങ്ങളുണ്ട് ഉടുപ്പിയിൽ, അറിയാമല്ലോ. അദ്ദേഹം കുംഭകോണത്തിൽ സമാധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ സുധീന്ദ്ര തീർത്ഥ. സുധീന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ ശിഷ്യനാണ് രാഘവേന്ദ്ര തീർത്ഥ. കേട്ടിട്ടുണ്ടോ? മന്ത്രാലയം എന്ന് കേട്ടിട്ടുണ്ടോ? മന്ത്രാലയം ആന്ധ്രയിലെ ഒരു പ്രസിദ്ധമായ ഇതാണ്. ഭയങ്കര പവർഫുള്ള് സ്വാമിജിയായിരുന്നു. സമാധിസ്ഥനായി ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ തീർത്ഥാടനം നടത്തുന്ന ഇതാണ്. അപ്പോൾ ഈ വിജയേന്ദ്ര തീർത്ഥ സ്വാമിയുടെ ഗുരുവിൻ്റെ ശിഷ്യനാണ് സുധീന്ദ്ര തീർത്ഥ. 1500കളിലൊക്കെ ജൂത ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട്. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, കൊച്ചിക്കടുത്ത്. അത് കഴിഞ്ഞാണ് കൊച്ചി അമ്പലം വരുന്നത്. ഈ ഇതുള്ള ആലപ്പുഴ, കൊല്ലം, കോട്ടയം. കാര്യം എന്ന് വെച്ചാൽ ഈ കടൽ കടക്കുമ്പോൾ പണ്ട് മത്സ്യം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചായിരിക്കാം അങ്ങനെ വന്നത്. അപ്പോൾ സാമൂതിരി നമുക്ക് അഭയം തന്നില്ല. കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു പ്രൊഫസർ, പണ്ഡിതനായ ബ്രാഹ്മണൻ, അദ്ദേഹം വിദേശത്ത് പോയി എന്ന് പറഞ്ഞ് പൂജയ്ക്ക് അർഹനല്ല എന്ന് പറഞ്ഞ് 10-30 വർഷം മുമ്പ് ഒരു വിവാദമായതാണ്. ഇടയ്ക്ക് അതിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ ഇറങ്ങിയതാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെയുണ്ട്, ബ്രാഹ്മണർ കടൽ കടന്ന് പോകാൻ പാടില്ല എന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്. കടൽ കടന്നാൽ അവർ ബ്രാഹ്മണ്യം പോയെന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ കടൽ കടക്കുമ്പോൾ പണ്ട് മത്സ്യം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചായിരിക്കാം അങ്ങനെ വന്നത്. അപ്പോൾ സാമൂതിരി നമുക്ക് അഭയം തന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് കൊടുങ്ങല്ലൂർ. പിന്നെ ഈ കൊടുങ്ങല്ലൂർ ഞങ്ങൾക്ക് അമ്പലമുണ്ട്, മാളയിലുണ്ട്. മനസ്സിലായി? മാളയൊക്കെ അന്ന് പട്ടണം, ഇപ്പോൾ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റേ ഇത് പുരാവസ്തു ഖനനമൊക്കെ നടക്കുന്നുണ്ടല്ലോ, പട്ടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെയൊക്കെ പണ്ട് 1500കളിലൊക്കെ ജൂത ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട്. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, കൊച്ചിക്കടുത്ത്. അത് കഴിഞ്ഞാണ് കൊച്ചി അമ്പലം വരുന്നത്. ഈ ഇതുള്ള ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ബോട്ട് മാർഗം കോട്ടയത്ത് ചന്തയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കോട്ടയത്ത് ഞങ്ങൾക്ക് താഴത്തങ്ങാടിയിൽ മീനച്ചിലാറിൻ്റെ അവിടെ നിന്നൊരു 300 മീറ്റർ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ വള്ളങ്ങൾ എവിടെയൊക്കെ അടുപ്പിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ വന്ന്, തൊറവൂര് അങ്ങനെയുള്ളിടത്തൊക്കെ ക്ഷേത്രങ്ങൾ വന്ന് അവിടെ വന്നിട്ട് നമ്മുടെ ഉപജീവനമായിട്ട്. അപ്പോൾ ഈ കുറേ ഉള്ള ധനവും ഈ കുലദേവതകളെയൊക്കെ കൊണ്ടുവന്നു അവിടെ. ഈ പരശുരാമൻ തന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ദൈവിക സ്പർശം എന്നുള്ളതുണ്ട്. പരശുരാമനാണ് ഞങ്ങൾക്ക് ഗോവയിൽ കുലദേവതകളെയും അവിടെ ഭൂമിദാനം തന്നത് പരശുരാമൻ. കേരളം ഉണ്ടാക്കിയതാരാണ്? പരശുരാമനാണ്. പിന്നെയും ഞങ്ങൾ വന്ന് പരശുരാമ ക്ഷേത്രത്തിലാണ്. ഞങ്ങളെ അഭയം തേടി വന്നത് കേരളത്തിലാണ്. ഈ മഞ്ചേശ്വരം തൊട്ട്, മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ഈ ഗോകർണം, അതിൻ്റെ ഇപ്പുറത്ത് ഭട്കൽ, ആ ഭാഗമൊക്കെ വരും. അവിടെ നിന്ന് ഇങ്ങോട്ട്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാളി നദി എന്ന് പറഞ്ഞുകൊണ്ട്, ഈ കാർവാറിനും അപ്പുറത്തും ഒരു കാളി നദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഴുക്കുള്ള. ഇപ്പോൾ അവിടെ പാലമുണ്ട്. പക്ഷെ അതിലൊരു പാലം ഒരു 4-5 മാസം മുമ്പ് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാര്യം സമുദ്രത്തിനോട് ചേർന്നാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവരുടെ സഹായത്തോടെയാണ് വന്ന് ഇവിടെ ഓരോരുത്തർ ക്ഷേത്രങ്ങളുണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ ആൾക്കാർ ഈ പയ്യെന്ന് പറയുന്ന വ്യാപാരം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രഭു എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ്. ഭട്ടെന്ന് പറഞ്ഞാലൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഗോവയിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഭട്ട് വാദ്യാർ എന്നൊക്കെയുള്ള സ്വാധീനം വന്നാണ് നമ്മൾ മാധ്വ സമ്പ്രദായത്തിൽ വന്നതിന് ശേഷം. അതിനു മുമ്പ് ഇപ്പോൾ ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോഷി എന്ന് കേൾക്കാം. ജോഷി എന്ന് പറഞ്ഞാൽ ഏത് സമുദായമായിട്ട് വിചാരിക്കും? ജോഷി ക്രിസ്ത്യൻ പേരാണല്ലേ. പക്ഷേ
അവിടെ ക്ഷേത്രങ്ങൾ നോക്കി നടത്തുന്നത് ജോഷി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ കാർവാറിൽ അവിടുത്തെ കാർവാറിലെ ഗ്രാമദേവൻ മഹാദേവനാണ്. ഈ മഹാദേവ ക്ഷേത്രം നോക്കി ഊരാളന്മാരെന്ന് പറയില്ലേ, അത് ജോഷി എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്. അവിടുത്തെ ഒരു മേഡം ഞങ്ങളുടെ ബാങ്കിൽ, അവിടെ ഫാമിലിയിൽ 3-4 പേര് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായി. അതുപോലെ അവിടെ പൂജ ചെയ്യുന്നവരെ ആചാര്യ എന്നാണ് പറയുന്നത്. പിന്നെ മാധവ സമ്പ്രദായത്തിൽ വന്നപ്പോഴാണ് ഭട്ട് എന്നുള്ള സ്വാധീനം വന്നതെന്ന് പറയുന്നു. പിന്നെ പുരാണിക്കെന്ന് പറയും. പുരാണിക്കെന്ന് പറഞ്ഞാൽ ഈ പുരാണ പാരായണം അങ്ങനത്തെ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഈ പൂജാരിനെ സഹായിക്കുന്ന ആളാണ് പുരാണിക്കെന്ന് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മാധവ സമ്പ്രദായം വന്നപ്പോൾ നമ്മൾ വാദ്യാര് ഭട്ട് ഇതെന്നൊക്കെ വന്നു. അപ്പം ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ചാതുർവർണ്ണി സമ്പ്രദായമായിരുന്നു പണ്ട്. കാര്യം എന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ പൂജിക്കാനായിട്ട് ഈ വാദ്യാര് ഭട്ട് അങ്ങനെയുള്ളവർ മാത്രമേ പാടുള്ളൂ പരമ്പരാഗതമായിട്ട്. പക്ഷേ അവർ പൂജിക്കുന്നതോടൊപ്പം പരമ്പരാഗതമായിട്ടൊരു മകന് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകൻ ഉപനയനം കഴിഞ്ഞ് അവൻ ആ പരീക്ഷ പാസ്സാകണം. അതുകൂടാണ്ട് ഒരു മഹാക്ഷേത്രത്തിൽ പൂജിക്കണമെങ്കിൽ വിവാഹം കഴിച്ചിരിക്കണം. വിവാഹം കഴിഞ്ഞ് ഭാര്യ സപത്നി ഉള്ള ആൾ മാത്രമേ ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ളൊരു ചിട്ടയുള്ളൊരു സമുദായമാണ്. അതുപോലെ ഞങ്ങളുടെ ഇതിൽ ഈ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായി. ഒരു മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു യുവ അഭിനേതാവ്, അദ്ദേഹം ഒരു തട്ടുകട നടത്തുന്നുണ്ട് കൊച്ചിയിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെളുത്തുള്ളി, ഏതോ യൂട്യൂബർ പോയിട്ട് വെളുത്തുള്ളി വെജിറ്റേറിയൻ അല്ല എന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പോൾ അവരത് വെളുത്തുള്ളി വെജിറ്റേറിയൻ അല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉള്ളി ഉപയോഗിക്കുകയില്ല. ഇപ്പം ഞാൻ ഉള്ളി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഉപയോഗിക്കാൻ. കാര്യം എൻ്റെ അമ്മൂമ്മ വാദ്യാരുടെ ഫാമിലിയിലായിരുന്നു, അമ്മയും കഴിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഉള്ള മസാലകൾ ഉപയോഗിക്കുകയില്ല. കായം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുകയില്ല. ഇതൊന്നും സാത്വികമല്ല. ഇത് പരമ്പരാഗതമായിട്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ല. പിന്നെ വൈദേശിക ഇത് വന്നിട്ട് ഈ ഉള്ളിയൊക്കെ പണ്ട് വന്നത് ചൈനയിൽ നിന്നൊക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനമൊന്നും സാത്വിക ഭക്ഷണം, അത് വെജിറ്റേറിയൻ അല്ലാത്തത് കൊണ്ടല്ല, സാത്വിക ഭക്ഷണം അല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാതെ. ഇപ്പം അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചടങ്ങുകൾക്കൊന്നും ഉള്ളി സവാള മസാലയൊന്നും എടുക്കുകയില്ല. അങ്ങനെയുണ്ട്. അതുപോലെ ഞങ്ങളുടെ അമ്പലങ്ങളെല്ലാം മഹാക്ഷേത്രങ്ങളാണ്. മഹാക്ഷേത്രങ്ങളാകുമ്പോൾ ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലേ, ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ 3 നേരം അല്ല 5 നേരം പൂജ. ഈ പൂജയുള്ളപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കറികളൊക്കെ ഉണ്ടാക്കണമെന്നാണ്. പഞ്ചപക്കം എന്ന് പറയും. പഞ്ചപക്കം എന്ന് പറഞ്ഞാൽ മോദകം, സുഖിയൻ, എള്ളുണ്ട, വട, ഉഴുന്നുവടയെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുണ്ടാക്കും. പിന്നെ അപ്പം, ഉണ്ണിയപ്പം, ഇത് പഞ്ചപക്കം എന്ന് പറയും. ഇത് ഉൾപ്പെടെ പായസം ഉൾപ്പെടെ നേദിക്കണമെന്നാണ് ഭഗവാൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതുപോലെ ഭഗവാനെ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട്. ഇത് തിരുപ്പതിയിലെ തന്നെ പൂജാ സമ്പ്രദായമാണ് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. വിശിഷ്ടാദ്വൈതം എന്നുള്ള സിദ്ധാന്തമാണ് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് രാമാനുജാചാര്യരുടെ. അപ്പോൾ തിരുപ്പതിയിൽ ഈ ചോറും കറിയൊന്നുമില്ല. അവിടെ ഈ നേരത്തെ പറഞ്ഞ പുളിഹോര അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ എല്ലാ ക്ഷേത്രങ്ങളും ഏകാദശി ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ചോറ് നേദ്യമുണ്ട്. അതുപോലെ അവിടെ പൂജയ്ക്ക് പോകുന്ന ആൾക്കാർ, അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്ത് പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. എന്ന് പറഞ്ഞാൽ വാദ്യന്മാർക്ക് മാത്രം, അർഹതപ്പെട്ട എല്ലാ വാദ്യന്മാർക്കും ഇല്ല. അതുകൂടാണ്ട് നാലമ്പലത്തിനകത്ത്, ഇപ്പോൾ കേരളത്തിൽ നാലമ്പലത്തിനകത്ത് ഞങ്ങളുടെ സമുദായത്തിലുള്ളവർ മാത്രമേ പൂജ ചെയ്യുകയുള്ളൂ. മനസ്സിലായി? അവിടെ വഴിപാടുകളൊക്കെ നടത്തുള്ളൂ. അവർ കുളിച്ച് ശുദ്ധനായി അവിടെ കുളത്തിൽ കുളിച്ച് അല്ലെങ്കിൽ അവിടെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിനുള്ളിൽ പോയാലും ഞങ്ങൾ അവിടെ പാചകം ചെയ്യുന്ന ആളെയോ പൂജാരിയെയോ പല്ലക്കെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനകത്ത് പെരുമാറുന്ന ആൾക്കാരെ തൊടാൻ പാടില്ല. അത്രയ്ക്ക് കർശനമായ പൂജാവിധാനമാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഒരു മഠ പരമ്പര, ഇപ്പോൾ ഗൗഡപാദാചാര്യരുടെ ആണെന്ന് പറഞ്ഞല്ലോ, ഗൗഡപാദാചാര്യരുടെ ഇത് വന്നിട്ട് പിന്നെ മാധവസമ്പ്രദായമായി കുറേ പേര് മാധവസമ്പ്രദായം. അപ്പം ഞങ്ങൾ ഗോവയിൽ നിന്ന് വരുമ്പോൾ ഈ ഗൗഡപാദാചാര്യരുടെ മഠം തന്നെയായിരുന്നു, കൈവല്യ മഠം എന്നായിരുന്നു. പക്ഷേ ഈ കൈവല്യ മഠത്തിനെ ഈ പോർച്ചുഗീസുകാർ പൊട്ടിച്ചു. അവർക്കും അവിടെ വിട്ട് ഓടേണ്ടി വന്നു. ഈ ഗോവയിൽ നിന്ന് ഈ മഡ്ഗാവ്, പനാജി എന്നുള്ളിടത്തുള്ള കുലദേവതകളെ ഇവർ എന്ന് പറഞ്ഞാൽ സഖ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി, വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പോണ്ട എന്നുള്ള ഭാഗത്തൊക്കെയാണ് ഈ കുലദേവതകളുള്ളത്. കുറേ പേര് ഇങ്ങനെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ കൊച്ചിയിൽ കോവയിൽ സാഷഷ്ടി അങ്ങനെയൊക്കെ പല പേരുണ്ട്. അത് സാൽസെറ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുപോലെ കൊച്ചിയിൽ തെരുവുകളുണ്ട്. ഈ കൊച്ചി നമ്മുടെ ഈ മട്ടാഞ്ചേരി കൊച്ചിയിൽ, ആ കൊച്ചിയിൽ ഞങ്ങളുടെ മിക്ക കുലദേവതകളുടെയും ക്ഷേത്രങ്ങളുണ്ട്. ദാമോദർ, നാഗേഷി, മഹാലക്ഷ്മി, അങ്ങനെ പല ദേവതകളുടെയും ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്, കുടുംബക്ഷേത്രങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ വത്സഗോത്രമാണ്, വത്സഗോത്രം പയ്യാണ്. ഈ വത്സഗോത്രത്തിൽ കമ്മത്ത് കാണാം, ഭട്ട് കാണാം, അങ്ങനെ ആ ഗോത്ര സമ്പ്രദായമുണ്ട്. അപ്പം ഞങ്ങൾ ഈ വത്സഗോത്രമാണെങ്കിൽ, വത്സഗോത്രം പയ്യാണ് ഞാനെങ്കിൽ വത്സഗോത്രം പയ്യിലെ പെൺകുട്ടികളുമായിട്ട്, ഇപ്പം എൻ്റെ മോന് പ്രപ്പോസൽ നോക്കുമ്പോൾ
വത്സഗോത്രം പയ്യിലെ പ്രപ്പോസൽ ഞങ്ങൾ എടുക്കൂല. കാര്യം ഒരേ ഗോത്രമായതുകൊണ്ട് നമ്മൾ എടുക്കൂല. ഇപ്പോഴും വ്യത്യസ്ത ഗോത്രങ്ങളെ എടുക്കുകയുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ വത്സഗോത്രം ഷേണായി ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മത്തായിരിക്കാം, അതൊക്കെ എടുക്കാം. കാര്യം പയ്യൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ജനറേഷനിൽ ബ്ലഡ് റിലേഷൻ കാണുന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്ലഡ് റിലേഷൻ തമ്മിൽ വിവാഹം കഴിച്ചവർക്ക് ജനറ്റിക് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. പക്ഷേ കുറേ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആൾക്കാർ ഇത് അന്നത്തെ പൂർവികർ കണ്ടുപിടിച്ചിരുന്നു, ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയത് 1522-ലാണ്. അതിവിടെ ഫോർട്ട് കൊച്ചിയിൽ ശിലാഫലകം കുറച്ച് വർഷം മുമ്പ് കണ്ടെടുത്തു. അപ്പോൾ ഈ കുടുംബികൾ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ക്ഷേത്രങ്ങളിലെ ഞങ്ങളെ സഹായിക്കുന്ന ആൾക്കാർ ഈ കുടുംബികളാണ്. പണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ചെണ്ട കൊട്ടുന്ന അതൊക്കെ കുടുംബികളായിരുന്നു. അതുകൂടാണ്ട് ക്ഷേത്രം ഇപ്പോൾ തിരുപ്പതിയിലെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു തടാകം ഉള്ളതായിട്ട് പറഞ്ഞു, ചെറിയ കുളം. അതുപോലെ ഞങ്ങളുടെ അമ്പലങ്ങളോടനുബന്ധിച്ച ചെറിയ തീർത്ഥക്കുളമുണ്ട്. അവിടെയാണ് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത്. അപ്പോൾ ഈ ആറാട്ട് നടത്താനായിട്ട് നമ്മൾ പണ്ട് അവിടെ നിന്ന് വഞ്ചിയിൽ വന്നു എന്നുള്ള വിശ്വാസം അനുസരിച്ച് 2 ചെറിയ കൊതുമ്പ് വള്ളങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ കൊച്ചിയിലാണെന്ന് പറഞ്ഞാൽ കിണിമാം എന്ന് പറഞ്ഞൊരു ഫാമിലിയുണ്ട്. ആ കിണിമാമൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കൊട്ടി ആറാട്ടിൻ്റെ ദിവസം ഈ കുളത്തിൽ കൊണ്ടുവന്നിടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെയും ഞങ്ങളെയും അവർ കൊണ്ടുവന്ന് രക്ഷിച്ച് അതിൻ്റെ അവകാശം അവർക്കാണ്. ഇപ്പം പിന്നെ അവരുമൊക്കെ പുരോഗമനായി, ഇപ്പം അതൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം കാലം മാറി, ആരെങ്കിലുമായിട്ട് ചുമന്ന് കൊണ്ടുവന്നിടുക. അപ്പോൾ തപ്പ് കൊട്ടെന്നുള്ള ഒരു ചടങ്ങിൽ അതിപ്പോൾ ബാൻഡ് സെറ്റും പഞ്ചാരി മേളവും ഇതൊക്കെയായി, മനസ്സിലായി, നാസിക് ഡോലൊക്കെയായി. അങ്ങനെ ആ ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ചാതുർവർണ്ണയം ഉണ്ടായിരുന്നു. ഈ ഉപനയനം ചെയ്താലും ഞങ്ങൾക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ സാളഗ്രാമത്തിലും പൂജ ചെയ്യാം. അമ്പലത്തിൽ നമ്മൾ പൂജ ചെയ്യാൻ അർഹത നേടണമെങ്കിൽ ഞങ്ങൾ പരീക്ഷ എഴുതി ഞങ്ങളുടെ കുലഗുരു സമ്മതിക്കണം. അപ്പോൾ ഈ ഗൗഡപാദാചാര്യരുടെ മഠമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സ്വാമിജി ഇല്ല, ഞങ്ങൾക്ക് ഗുരുവില്ല. ഇവിടെ ഗോവയിലേക്ക് പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ അവരെടുത്ത് നമ്മളെ മതം മാറ്റം നടത്തും. ആ സമയത്താണ് മാധവ പരമ്പരയിലെ കുംഭകോണ മഠാധിപതി. മാധവ പരമ്പരയിൽ പല ഇതുണ്ട്, 8 മഠങ്ങളുണ്ട് ഉടുപ്പിയിൽ, അറിയാമല്ലോ. അവിടെ പര്യായം നടക്കുന്ന ഓരോ 2 വർഷം ഓരോ മഠത്തിനാണ്, 8 മഠങ്ങളാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ മാധവ സമ്പ്രദായക്കാരാണ്, അതേ ഇതാണ്. പക്ഷേ അവർ വേറെ ഒരു വിഭാഗമാണ്. അപ്പോൾ അതിലെ കുംഭകോണം എന്ന് പറഞ്ഞാൽ ആ തഞ്ചാവൂർ ആ ഭാഗത്തെങ്ങാണ്ടാണ്. അവിടുത്തെ ഒരു വിജയേന്ദ്ര തീർത്ഥസ്വാമി. അപ്പോൾ ഈ വിജയേന്ദ്ര തീർത്ഥസ്വാമി അപ്പോൾ തിരുപ്പതിയായിട്ടുള്ള ബന്ധം പറയും. ഇപ്പം ഗോവയിലുള്ളവർക്കൊക്കെ തിരുപ്പതിയായിട്ട് ഇത്രയും ബന്ധമില്ല, ഇപ്പം പോകുന്നുണ്ട്. ഈ വിജയേന്ദ്ര തീർത്ഥസ്വാമി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിജയനഗര സാമ്രാജ്യം ഹംപി ആ ഏരിയയിൽ കൂടി പോകുമ്പോൾ അത് ഹംപി വിജയനഗര സാമ്രാജ്യം കത്തി നശിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്ന ദർശനം കിട്ടുക, അത് നാഗ സാന്നിധ്യം കണ്ടു എന്ന് പറയുന്ന ഒരു കുളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിഗ്രഹം കിട്ടി. ഈ വിഗ്രഹമാണ് കൊച്ചിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ വിഗ്രഹം ഈ അവിടുത്തെ രാജാവ് ലാസ്റ്റ് ഈ തിരുപ്പതി ഭഗവാന് ആരോഗ്യപരമായ കാരണങ്ങളാൽ തിരുപ്പതിയിൽ പോകാൻ സാധിക്കാത്ത കൊണ്ട് തിരുപ്പതി ഭഗവാൻ വന്നൊരു ശില്പിയുടെ രൂപത്തിൽ വന്ന് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നൊരു മരതകപ്പച്ചയുടെ വിഗ്രഹമാണ്. ഈ വിഗ്രഹമാണ് കൊച്ചിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ഈ വിജയേന്ദ്ര തീർത്ഥസ്വാമി 1500 ഈ 30-നും 80-നും ഇടയ്ക്കാണ് അദ്ദേഹം വന്നത്. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ശിഷ്യൻ സുധീന്ദ്ര തീർത്ഥയുണ്ടായിരുന്നു. ഇവർ 2 പേരും കൂടി വന്ന് ഈ വിഗ്രഹമായിട്ട് വന്നപ്പോൾ അന്ന് ഇവിടുത്തെ ആൾക്കാർ, അപ്പോൾ അവർ ചതുർമാസം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. എല്ലാ സ്വാമിമാരും ചതുർമാസം ഒരു 2-3 മാസക്കാലത്തേക്ക് ആ പരിസരം വിട്ട് പോകില്ല, അവർ നിൽക്കുന്ന സ്ഥലം വിട്ട് പോകില്ല. അപ്പോൾ ഇവിടെ ചതുർമാസത്തിന് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നദർശനം കിട്ടിയത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് പ്രതിഫലം കൊടുക്കാൻ തയ്യാറായി. പിന്നെ ആ പ്രതിഫലം തിരിച്ച് അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് തന്നെ മുതൽക്കൂട്ടി. അങ്ങനെ ആ വിഗ്രഹം അദ്ദേഹം കൊച്ചിക്കാർക്ക് കൊടുക്കായിരുന്നു. അതാണ് കൊച്ചിയിലെ ഇപ്പോൾ ഞങ്ങളുടെ ഇതിലെ ഏറ്റവും അധികം പ്രശസ്തമായിട്ടുള്ള കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രം. അവിടെ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ ലാസ്റ്റ് രാജാവ് പൂജിച്ചു എന്ന് പറയുന്ന വിഗ്രഹമാണ്. ഭയങ്കര പവർഫുള്ളാണ്. അവിടെ തൊഴുതു കഴിഞ്ഞാൽ തിരുപ്പതിയിൽ ചെന്ന് തൊഴുതു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ആൾക്കാർ ഇദ്ദേഹത്തിനോടൊരു അപേക്ഷ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഗുരുവില്ല, കുലഗുരുവില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ഗുരുവിനെ ഇത് ചെയ്തു തരണം, അങ്ങ് ശിഷ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ നിന്നൊരു പയ്യനെ പൂണൂല് കഴിഞ്ഞിരിക്കണം, ഉപനയനം കഴിഞ്ഞിരിക്കണം, വിവാഹം നടക്കരുത്. 12, 13, 17, 18 വയസ്സ് വരെയുള്ളവരെയാണ് എടുക്കുന്നത്. സന്യാസയോഗം, ജാതകം നോക്കി സന്യാസയോഗം ഉള്ളവരെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഹനുമന്ത് ഭട്ട് എന്നോട് പറഞ്ഞ പയ്യനെ എടുത്തിട്ട് കാശി കൊണ്ടുപോയി. വാരണാസി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് സന്യാസ ദീക്ഷ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് യാദവേന്ദ്ര തീർത്ഥ എന്നായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ കാശിയിൽ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചു. കാശി രാജാവും ഒക്കെ സ്ഥലം കൊടുത്ത്
കാശിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആസ്ഥാനം കാശിയിലാണ്. ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു 300-400 മീറ്റർ ഇതിൽ ഞങ്ങളുടെ ആസ്ഥാനമായിട്ടുള്ള ആശ്രമം സ്ഥിതി ചെയ്യുന്ന അവിടെ. അങ്ങനെ കാശിമഠ പരമ്പര അവിടെ നിന്ന് തുടങ്ങി. അത് തുടങ്ങിയത് ഈ വിജയേന്ദ്രതീർത്ഥ സ്വാമിയാണ്. അദ്ദേഹം കുംഭകോണത്തിൽ സമാധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ സുധീന്ദ്ര തീർത്ഥ. സുധീന്ദ്ര സ്വാമിജിയുടെ ശിഷ്യനാണ് രാഘവേന്ദ്ര തീർത്ഥ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മന്ത്രാലയം എന്ന് കേട്ടിട്ടുണ്ടോ? മന്ത്രാലയം ആന്ധ്രയിലെ ഒരു പ്രസിദ്ധമായ ഇതാണ്. ഭയങ്കര പവർഫുൾ സ്വാമിജിയായിരുന്നു. സമാധിസ്ഥനായി. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ തീർത്ഥാടനം നടത്തുന്ന ഇതാണ്. അപ്പോൾ ഈ വിജയേന്ദ്ര തീർത്ഥ സ്വാമിയുടെ ഗുരുവിൻ്റെ ശിഷ്യനാണ് സുധീന്ദ്ര തീർത്ഥ. ഈ സുധീന്ദ്ര തീർത്ഥ സ്വാമി തന്നെയായിരുന്നു ഞങ്ങളുടെ ഇതിനു മുമ്പത്തെ സ്വാമിജി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹരിദ്വാറിൽ സമാധിയായ സ്വാമിയുടെ പേരും സുധീന്ദ്ര തീർത്ഥയായിരുന്നു. ആ ഒരു ഇതാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളുടെ പൈ എന്ന് പറയുന്നത് അവരിതാണ്. പൈ ആൾക്കാർ ഈ ബാങ്കിങ്ങിൽ വ്യവസായത്തിൽ കൂടുതൽ ഇത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷേണായി, കമ്മത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബട്ട് വാദ്യാരെന്ന ഉള്ള ആൾക്കാർ ഭൂരിഭാഗവും പൂജകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ പിന്നെ പൂജകളൊക്കെ ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ പുറത്ത് പോയി പൂജ ചെയ്യാറില്ല. ഞങ്ങളുടെ അമ്പലങ്ങളിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതിലാണ് ഒരേ ഭാഗത്ത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കൊച്ചി ചീടി, എറണാകുളം ചീടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കാണുമല്ലോ. അങ്ങനെ ഒരു സമൂഹമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ്. ഏത് ഇതാണെങ്കിൽ അതിനോട് ചേർന്ന് പോകും.